ഫൈനാൻഷ്യൽ വിഷയത്തിൽ പല കമ്പനീസും അട്ടർ ഫ്ലോപ്പാണ്. ഫൈനാൻസിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതല്ല അതിന്റെ ഒരു സൊല്യൂഷൻ. പ്രോപ്പറായിട്ട് ഫൈനാൻസിനെ ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് നമ്മൾ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ വരും, ഇന്റർവ്യൂസിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. പക്ഷെ അതിൽ തന്നെ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ സോർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ശതമാനം കുട്ടികൾ അതിന് ക്വാളിഫൈഡ് ആയിരിക്കില്ല. ഈ പറഞ്ഞ പ്രഷറോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കമ്പനിയുടെ ഒരു വർക്ക് കൾച്ചറോ ഒന്നും ചിലപ്പം കുട്ടികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. റാൻഡമായിട്ട് രാവിലെ 9 മുതൽ 6 മണി വരെ പോകുന്നു. പിന്നെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ തമാശക്ക് പറയാറുണ്ട്, ഇപ്പോഴും മണ്ണെണ്ണയും അതുപോലെ തന്നെ റേഷനരിയും വാങ്ങി ജീവിക്കുക എന്നുള്ളതിന് മാറിയിട്ട് അവർക്ക് അവരുടെ പല പാഷൻസ്, ഒരു BMW കാറ് പോകുമ്പോൾ അതിങ്ങനെ നോക്കിക്കാന്നുള്ളതിന് പകരം അതിലേക്ക് എത്തണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ഒബ്വിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് SMEയിൽ വരുന്ന അതിൻ്റെ ഒരു സ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അത് ഇവരെല്ലാവരും റെസ്ട്രിക്ഷൻ കൊടുക്കുന്ന ഒരു സൈഡ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിനാണ്. ഹായ് ഓൾ, വെൽക്കം ടു ക്ലാരിറ്റി ഡിസ്കഷൻ ഡെസ്ക്, വേർ വി ഡിസ്കസ് അബൌട്ട് ആക്ഷനബിൾ ബിസിനസ് ഇൻസൈറ്റ്. ക്ലാരിറ്റി ഡിസ്കഷൻ ഡെസ്കിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫർഹാനാണ്. ഫർഹാൻ സ്കിൽ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയിൽ 8 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു എക്സ്പേർട്ടാണ്. വെൽക്കം ഫർഹാൻ. ഹായ്. ഫർഹാൻ, നമ്മൾ ക്ലാരിറ്റിയുടെ ഡിസ്കഷൻ ഡെസ്കിൽ മെയിൻലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കൽ നമ്മുടെ എടെക് ബിസിനസ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ബിസിനസ്, അതിലുള്ള പ്രോബ്ലംസ്, അതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്ത് വരുന്നത്. ഒബ്വിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് SMEയിൽ വരുന്ന അതിൻ്റെ ഒരു സ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു വളരെ ലെസ്സായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പല റിസർച്ചസിലും പറയുന്നത് 79% ഓഫ് ആൾക്കാരും ഇൻഡസ്ട്രിയിലുള്ളത് ഒരു ഭീകര സ്കിൽ ഗ്യാപ്പ് ഉള്ള ആൾക്കാരാണ് റൈറ്റ് നൗ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളത് എന്നാണ് പറയുന്നത്, സ്റ്റഡീസിൽ പറയുന്നത്. സോ ആസ് എൻ എക്സ്പേർട്ട് എന്നുള്ളതിൽ ഫർഹാൻ്റെ ഒരു ഇനീഷ്യൽ ഇൻടേക്ക് എന്താണ് അതിൽ വരുന്നത്? ബേസിക്കലി നമ്മുടെ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രീൻ്റെ ഒരു സിനാരിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ പഠിക്കാൻ വരുന്ന കാൻഡിഡേറ്റ്സിൽ പലരും തന്നെ ഇതിനോടൊരു പാഷനേറ്റ് ആയിട്ട് വരുന്നവരാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ബാച്ചിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാർ മാത്രമാണ് അവർ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഒരു കൺസിഡറേഷനിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ പല കുട്ടികളും ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരുന്നത് ഒരുപാട് സ്വപ്നങ്ങളെ കണ്ടിട്ടാണ്. അതായത് എനിക്കൊരു ഓൺടർപ്രണർ ആവണം, ഇപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു വലിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കളയാം എന്നൊക്കെ ഒരു പെർസ്പെക്ഷൻ അവർക്കുള്ളത്. അതിനെപ്പറ്റി കൃത്യമായിട്ട് റിസർച്ച് ഒന്നും ചിലപ്പോൾ അവർ നടത്തുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ ഒരു സക്സസ് സ്റ്റോറി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ റാൻഡം സ്ക്രോളിലുള്ള ഒരു സക്സസ് സ്റ്റോറി ആയിരിക്കാം. ഇതൊക്കെ കണ്ടിട്ടായിരിക്കും അവർ ഈ കോഴ്സ് എടുക്കുന്നത്. സിറ്റുവേഷനിൽ അവർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ബാക്കിയുള്ള സ്റ്റുഡൻസിനോടൊക്കെ മിങ്കിൾ ആവുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് മാറാണ്. അവർക്ക് ജോബിന് കയറാന്നുള്ള തോട്ട് പ്രോസസ്സിലേക്ക് പോകും. പക്ഷേ ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യേണ്ട ഏരിയ അവർ ചിലപ്പോൾ എക്സ്പ്ലോർ ആയിട്ടുണ്ടാവില്ല. അവർ പിന്നെ റാൻഡമായിട്ട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യും. പല തരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് സെഗ്മെന്റ്സ് ആയിട്ടോ ഒന്നും ഇവരും ചെയ്തിട്ടുണ്ടാവില്ല. ഒരു തരത്തിലും ഒരു എക്സ്പീരിയൻസ് ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത് ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് ഒരു ഇന്റേൺഷിപ്പിന് നിൽക്കാനും പല കുട്ടികളും ചിലപ്പം തയ്യാറായിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞാൽ എന്താണെങ്കിലും ഇന്റേൺഷിപ്പ് ഒക്കെ നിൽക്കാതെ എന്നത്തെ സാഹചര്യത്തിൽ ഇവർക്ക് ഒരു പ്രോസസ്സിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഒരു 50% ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിൽ പോയി ജോയിൻ ചെയ്യും. അവരുടെ ഒരു കൺസിസ്റ്റൻസി ചിലപ്പം ഈ പറയുന്ന ജോയിനിങ്ങിന് ആദ്യത്തെ 2-3 ദിവസം ഉണ്ടാവും. പിന്നെ ഒരു 3rd ഡേ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു കൺസിസ്റ്റൻസി പ്രശ്നം ഉണ്ടാവും. കാരണം അവരുടെ പാഷൻ ഇതിന്റെ മുകളിലല്ല ഉള്ളത്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ആയിട്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നത്. അതായത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിന്റെ ബേസിൽ ഒരു ഹയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റർ വേണം. നമുക്കൊരു 2 year 3 എക്സ്പീരിയൻസ് ഇല്ലാത്ത, പക്ഷെ ഓൾറെഡി നമ്മളെ ടീം ലീഡിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളെ കൊണ്ടുവരണം എന്ന് വിചാരിക്കുകയാണ്. ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് നമ്മൾ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ വരും, ഇന്റർവ്യൂസിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. പക്ഷെ അതിൽ തന്നെ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ സോർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ശതമാനം കുട്ടികൾ അതിന് ക്വാളിഫൈഡ് ആയിരിക്കില്ല. ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ ഇന്റർവ്യൂവിനെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അറിഞ്ഞിരിക്കേണ്ട ടൂൾസിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ആസ്പെക്ട്സിനെ കുറിച്ചോ കുട്ടികൾക്ക് ഒരു ധാരണയില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അടുത്ത ആഴ്ച ഹയറിംഗ് വേണ്ട ഒരു കേസിൽ നമുക്ക് 1 മാസമോ 2 മാസമോ അത് നീണ്ടു പോകുമ്പോൾ നമ്മളെ ഓർഗനൈസേഷന്റെ പ്രോസസ്സാണ് ഡിലേഡ് ആവുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട്, അതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ടർ മാത്രമല്ല എല്ലാ ഏരിയയിലും ഈ പ്രശ്നം ശരിക്കും ഐഡന്റിഫൈ ചെയ്യാം. ഫർഹാൻ ഇപ്പൊ പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. കാരണം നമ്മൾ കാറ്റിൽ ഇപ്പം കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോകും, നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് പോകുമ്പോൾ ക്ലയന്റ് ഇനീഷ്യലി ഒരു ബേർഡൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് ആയിട്ടോ പറയുന്നത് സ്റ്റാഫിനെ കുറിച്ചിട്ടായിരിക്കും, എസ്പെഷ്യലി സെയിൽസ് സ്റ്റാഫിനെ കുറിച്ചിട്ട്. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോഴും നമ്മൾ അവിടെ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളൊരു 3 months മിനിമം പറയുന്നുണ്ട്. ബട്ട് ഇപ്പോഴത്തെ സിനാരിയോയിൽ നമുക്ക് 3 monthസിലും നല്ല ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റാത്തൊരു സിനാരിയോ ആണ്. കാരണം ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂ നടത്തുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവർ ഭയങ്കര CV-യും റെസ്യൂമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഭയങ്കര കീട്ടിലാണ്. കാരണം അത്രയും സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ കാണാം. ബട്ട് ഇൻഡസ്ട്രിയിലെ പ്രോപ്പർ ഇൻഡസ്ട്രിയൽ എക്സ്പോഷറിനെ കുറിച്ചിട്ടും ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ള കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവരാകെ മേലോട്ട് നോക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ആൻഡ് ഒബ്വിയസ്ലി ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ, കാരണം SME പോലത്തെ ഒരു സെക്ടറിൽ എനിക്ക് തോന്നുന്നു ഫർഹാന് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളെല്ലാം റൺ ചെയ്യുന്ന ഒരാളാണ്. സോ അവിടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പാഷനേറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ ഇതിനെ കാണുന്നുണ്ടോ. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിയുന്നതുകൊണ്ട്
നമുക്ക് കറന്റ്ലി മാർക്കറ്റിൽ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും? ശരിക്കും ഇപ്പോൾ നമ്മുടെയൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം, ഒന്ന് കാൻഡിഡേറ്റ്സ് നമ്മളെ ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ കോഴ്സസിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് എന്താണ് ഇതിന്റെ ഔട്ട്കം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു പിക്ചർ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു പിക്ചർ കൊടുത്തു കഴിഞ്ഞാലും കുട്ടികളെ മുന്നിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അവരുടെ മൈൻഡ് സെറ്റിലുള്ള ഒരു കാര്യമുണ്ട്. പല കുട്ടികളും വിചാരിക്കുന്നത് എന്താ അറിയോ, സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എല്ലാം ആയി. ഇന്ത്യയിൽ ഒരു അമേരിക്കൻ സർട്ടിഫിക്കറ്റ്, ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ക്വാളിഫൈഡ് ആയി എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് പലപ്പോഴും പല കുട്ടികൾക്കുള്ളത്. അതൊരു ഇന്റേൺഷിപ്പിന് നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി റിലേറ്റഡ് പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ, അസൈൻമെന്റ് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അതിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ കമ്പനീസിന്റെ സിനാരിയോയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ കമ്പനീസ് ശരിക്കും കുട്ടികളെ ഈ പറയുന്ന ഇന്റേൺഷിപ്പിന് വെൽക്കം ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ചില സമയത്ത് ഇന്റേൺഷിപ്പിന് വരുന്ന കുട്ടികൾ അവർക്ക് ജസ്റ്റ് ആ ഒരു ടൈം ഉണ്ടല്ലോ, ഇപ്പോൾ 1 മന്തോ 2 മന്തോ ആ പീരീഡ് ഓഫ് ടൈമിൽ അവർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അവരെ കമ്പനീസ് ഡെവലപ്പ് ചെയ്ത്, അതായത് അവരുടെ പ്രോസസ്സിലേക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഇവരെ റിസോഴ്സ് ആയിട്ട് എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. പകരം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു 5-10 വർഷം എക്സ്പീരിയൻസ് അല്ലാത്ത ഒരു സ്റ്റാഫിനെ, ഒരു റാൻഡം സപ്പോർട്ട് സ്റ്റാഫിനെ അവർക്ക് എടുക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇന്റേൺഷിപ്പിന് സ്റ്റാഫിനെ എടുത്തിട്ട് ആ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്തിട്ട് പിന്നീട് അവരുടെ റിസോഴ്സ് ആക്കി മാറ്റാൻ ഭയങ്കര കറക്റ്റ് പോയിന്റ്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ബഡ്ജറ്റ് വന്ന സമയത്ത് ബഡ്ജറ്റിലും പറഞ്ഞിരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു ചെറിയ സ്റ്റൈപ്പൻഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് തന്നെ കൊണ്ടുവരണം. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് കൾച്ചർ നമ്മുടെ സൊസൈറ്റിയിൽ ബിൽഡ് ചെയ്തു വരണം എന്നുള്ളതും ഗവൺമെന്റിനൊരു തീരുമാനം ഉണ്ടായിരുന്നു. സോ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു വർക്ക് കൾച്ചേർഡ് ആയിട്ടുള്ള ആൾക്കാർ വരാനുള്ള ഒരു പോസിബിലിറ്റി അതുകൊണ്ട് തന്നെ ഹയർ ആയിരിക്കും എന്ന് വിചാരിക്കാം. ആൻഡ് കമ്മിങ് ബാക്ക് ടു ദി ഇൻഡസ്ട്രി, ലൈക്ക് നമ്മളിപ്പോൾ ഒരു ക്ലയന്റിനായിട്ടോ കാര്യങ്ങൾ വരുമ്പം അവർ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പം സെയിൽസിന്റെ പാർട്ടിലേക്ക് വരുമ്പം പണ്ടുണ്ടായിരുന്ന പോലെ, പണ്ട് ഇപ്പോൾ ടെലികോളിങ്ങിന് പോകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വരുമാനം വേണം, അപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്കില്ല് വേണ്ട എന്നുള്ളൊരു തോട്ടാണ് വരുന്നത്. ആസ് എ വീണ്ടും ഒരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കണം, ഒരു സെയിൽസിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു BDE ആയിട്ട് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആയി വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഒരു സ്കില്ല്, ബേസിക് സ്കിൽസ് എന്തൊക്കെയായിരിക്കും ആവശ്യം ഉണ്ടാവുക? ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ഇന്ററാക്ഷനുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ സ്കിൽസ് ആണ്. ഇപ്പൊ ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ ജെൻസിനെ എക്സ്പെഷ്യലി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മൊബൈലിലാണ് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പീപ്പിൾ ഇന്ററാക്ഷനിലേക്ക് ഒരാളെ ഇംപ്രസ് ചെയ്യുന്ന ഒരു കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ട്രെയിൻഡ് ആവേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്താ പറയുക, അവർ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് അവരെക്കാളും 10-20 വയസ്സിന് കൂടുതലുള്ള ആൾക്കാരായിരിക്കാം. അപ്പം നമ്മളിപ്പം ആർക്കിടെക്ചർ സെക്ടറിലും അതുപോലെ തന്നെ മറ്റ് സെക്ടേഴ്സിലേക്ക് ക്ലയൻസ് പറഞ്ഞാൽ അത്യാവശ്യം സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോസസ്സോ പ്രോഡക്റ്റോ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ അവർ കൃത്യമായിട്ട് അതിൽ ട്രെയിൻഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ പറയാറുള്ളത് വെറുതെ റാൻഡം കോൾ ചെയ്ത് സാറേ ലോൺ വേണമെന്ന് ചോദിക്കുന്ന ഒരു പേർപ്പസ് അല്ലെങ്കിൽ ഒരു പെർസ്പെക്ഷൻ എന്ന് മാറിയിട്ട് ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ, ഇപ്പം ഹരിസ്ലാൻ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തെ കൺസൾട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം BDO സെയിൽസ് പേഴ്സണോ മാറേണ്ടത്. അപ്പോൾ ആ ഒരു കൺസൾട്ടേഷനിലേക്കുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, അവർ കൃത്യമായിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷനിൽ, അതായത് ടോട്ടൽ ഹ്യൂമൻ സ്കിൽസിൽ, അത് ഈവൻ നെഗോസിയേഷനിലാവാം, ഒരു ഈവൻ നമ്മളെ സംബന്ധിച്ചുള്ള അപ്പർ ഹാൻഡ് എടുക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്കില്ല് പോലും അവർക്ക് ചിലപ്പം സെയിൽസ് കോൺവേഴ്സേഷൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാനുള്ള 100% ട്രെയിനിങ് പ്രോഗ്രാംസ് ഓർഗനൈസേഷൻസ് കൊടുക്കണം. അപ്പം നിങ്ങളിപ്പം ഒരു കമ്പനി നടത്താണ്, നിങ്ങളവിടെ 10 സെയിൽസ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയാറില്ലേ, അതിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക പറഞ്ഞാൽ നമ്മൾ സെയിൽസ് ടീമിന് ട്രെയിനിങ് കൊടുക്കുക. അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്, ഇത് കാലത്തിനനുസരിച്ചുള്ള ആ പ്രോസസ്സ് മാറുമ്പോൾ അതിനെപ്പറ്റിയുള്ള എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടണം. ഇന്ന് ശരിക്കും എല്ലാ തരത്തിലുള്ള ക്ലയൻസിന്റെയും ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, എനിക്കൊരു പെയിൻ ഉണ്ട്, ആ പെയിൻ സോൾവ് ചെയ്യാനായിട്ട് എൻ്റെ ഒരു കമ്പനി റെഡിയാണ്, ആ കമ്പനിന്റെ ഒരു സെയിൽസ് പേഴ്സൺ ആണ് അവിടെ വരുന്നത്. സോ അയാൾ എന്ത് ചെയ്യണം, എൻ്റെ പെയിനിനെ അറിഞ്ഞ് കൺസൾട്ട് ചെയ്യണം എന്നുള്ള ഒരു പെർസ്പെക്ഷനിലേക്ക് എത്തുന്ന കാര്യങ്ങൾ. അതെ, സെയിൽസിലേക്ക് വരുമ്പം അപ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർ ഹ്യൂമൻ ഇന്ററാക്ഷൻസ്, ഇപ്പം ഫർഹാൻ പോലത്തെ പറഞ്ഞ ഹ്യൂമൻ ഇന്ററാക്ഷൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പാർട്ട് തന്നെയാണ് സെയിൽസിലേക്ക് വരുമ്പോൾ. ആൻഡ് കമ്മിങ് ടു ദ മാർക്കറ്റിംഗ് സൈഡിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ക്രിയേറ്റീവ്നെസ്, ഒബ്വിയസ്ലി സെയിൽസിലും ഒരു ക്രിയേറ്റീവ്നെസ് വേണം. കാരണം എന്നോട് സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല ഫർഹാനോട് സംസാരിക്കുന്നുണ്ടായിരിക്കുക. അപ്പം അതിനനുസരിച്ച് ടോൺ മാറ്റാൻ പഠിക്കണം. അവരുടെ പെയിൻ പോയിന്റ്സ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർ ആ പെയിൻ പോയിന്റിനെ അഡ്രസ് ചെയ്യാൻ പഠിക്കണം. അതിനൊരു ബേസിക് സൊല്യൂഷൻ എങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇന്നതാണ് നിങ്ങളുടെ പ്രോബ്ലംസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ സൊല്യൂഷൻസ് കൊണ്ടുവരാം. ആൻഡ് കമ്മിങ് ടു ദ മാർക്കറ്റിംഗ് സൈഡ്, ഞാൻ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് തന്നെ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. മാർക്കറ്റിംഗ് സൈഡിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു ആദ്യം വേണ്ടത് ഒരു ക്രിയേറ്റിവിറ്റി ആണെന്ന് തോന്നുന്നത്. സോ എങ്ങനെയായിരിക്കും ഒരു മാർക്കറ്റിംഗ്, എനിക്കിപ്പോൾ ഒരു മാർക്കറ്റിംഗ് ഗൈ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ബെസ്റ്റ് മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആവണം എന്നുണ്ടെങ്കിൽ, ആസ് എൻ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ എന്തായിരിക്കും ഒരു ഗൈഡ്? ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിംഗ് എപ്പോഴും കേസ് സ്റ്റഡീസിലൂടെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പം നിങ്ങളിപ്പം ഒരു ആർക്കിടെക്ചർ ഫേം ആണ് നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ, അതിപ്പം നാഷണൽ ലെവലായാലും ഇന്റർനാഷണൽ ലെവലായാലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സിന്റെ ഇത്തരത്തിലുള്ള ഒരു കേസസ് ഉണ്ടോ, അത് മാർക്കറ്റ് ഇപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം കൊടുക്കുന്നത് എങ്ങനെയാണ്. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം കൊക്കോകോളന്റെ ആ ഒരു റെഡ് കളറും അതുപോലെ തന്നെ ഈ സാൻഡ വന്നിട്ടുള്ള ആ ഒരു കംപ്ലീറ്റ് പെർസ്പെക്ഷനും ശരിക്കും വലിയൊരു കേസ് സ്റ്റഡി അല്ലേ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത്തരത്തിൽ ആ ലെവലിലേക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ ഒരു മാർക്കറ്ററിന് എപ്പോഴും പറ്റണം. അതായത് നോർമലി മാർക്കറ്റിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പല കേസ് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അപ്പം അപ്പുറത്തൊരു സ്ഥാപനം ഇന്ന രീതിയിൽ നടത്തുന്നു, അതുപോലെ എൻ്റെതും ആയിക്കോട്ടെ എന്നുള്ളൊരു മൂഡിലാണ് പലരും ഉള്ളത്. അല്ലാണ്ട് പുതിയൊരു സാധനം കൊണ്ടുവരാ എന്നുള്ളൊരു ലെവലിലേക്ക് പലരും കുറച്ചേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പണ്ട് ശരിക്കും ആളുകൾ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം, നേരെ ഒരു ഓർഗനൈസേഷനിൽ പോകുന്നു, അവിടെയുള്ള ആളോട് ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കുന്നു, ഡീൽ ക്ലോസ് ചെയ്യുന്നു. ശരിക്കും അതൊരു ബിസിനസ് ഡെവലപ്മെന്റ് പെർസ്പെക്ടീവിലാണ് പണ്ടൊക്കെ മാർക്കറ്റിംഗ് നടന്നത്. പക്ഷേ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 360 ഡിഗ്രി അപ്രോച്ചോട് കൂടി, അതായത് ഒരു കമ്പനീന്റെ ഒരു കംപ്ലീറ്റ് ബ്രാൻഡ് അവയർനെസ്, പ്രൊമോഷന്, പബ്ലിസിറ്റി, അതിന് പുറമെ PR, പബ്ലിക് റിലേഷൻസ്, ഇതെല്ലാം അടങ്ങുന്ന ഒരു 360 ഡിഗ്രിയിൽ എന്ത് ചെയ്യണം, ഒരാൾ ട്രെയിൻഡ് ആവണം. അപ്പൊ അങ്ങനെ ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ ശരിക്കും എന്താണ് ജനങ്ങളിലേക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അയാൾ പഠിക്കുകയാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ആയിട്ട്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾ എന്ത് ചെയ്യണം, ഈ കോഴ്സ് എടുത്താൽ മതി, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിംഗിന്റെ ജോബിലേക്ക് എത്തിയാൽ മതി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അല്ലെങ്കിൽ റാൻഡം ആയിട്ട് വരുന്നു, ഇപ്പം ഡിഗ്രി കഴിഞ്ഞു വെറുതെ വീട്ടിലിരിക്കുകയാണ്, അപ്പം പത്രത്തിൽ പരസ്യം കാണാണ്, പണ്ടാണ്ട് പത്രത്തിൽ പരസ്യം കാണാൻ ഞാൻ പറയാണ്, ഇപ്പം അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ജോബ് അഡ്വർടൈസ്മെന്റ്സ് ഇപ്പം ഓൺലൈനിൽ ത്രൂ കാണാണ്, വെറുതെ അപ്ലൈ ചെയ്യുന്നു. ചിലപ്പോൾ അയാൾ കമ്മ്യൂണിക്കേഷനിൽ തിരക്കില്ലാത്ത ഒരാളായിരിക്കും, ചിലപ്പം ആ ഒരു എന്താ പറയുക, ആ താൽക്കാലികമായ സമയത്ത് അയാൾ ജോലിക്ക് കയറുന്നു, ജോലിക്ക് കയറിയതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കമ്പനി ഐഡന്റിഫൈ ചെയ്യുന്നത് ഇയാൾ എന്തല്ല അത്ര ക്രിയേറ്റീവ് ഒന്നല്ല, ജസ്റ്റ് സംസാരിക്കാനുള്ള ഒരു സ്കില്ല് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, മാർക്കറ്റിംഗ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം 360 ഡിഗ്രിയിൽ ഈ പറഞ്ഞ അവരുടെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലുള്ള ആളായിരിക്കണം. ശരിക്കും കമ്പനീസ് എന്ത് ചെയ്യണം, ആദ്യം മാർക്കറ്റിംഗിലേക്കോ അല്ലെങ്കിൽ എസ്പെഷ്യലി മാർക്കറ്റിംഗിലേക്കോ എന്നല്ല, എസ്പെഷ്യലി മാർക്കറ്റിംഗിലേക്ക് എടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് മാർക്കറ്റിംഗിലാണ് കൊണ്ടുവരേണ്ടത് ഞാൻ മനസ്സിലാക്കി. അതെ, കാരണം മാർക്കറ്റിംഗിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ 360 ഡിഗ്രിയിൽ നമ്മൾ അപ്രോച്ച് എടുക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് അതിന്റെ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് കൊണ്ടുവരണം എന്നുള്ളത്. എനിക്കൊന്നൊരു റെഡ് ബുൾ ആയിരുന്നു ഫസ്റ്റ് ഒരു സ്ട്രാറ്റോസ്ഫിയറിൽ ജമ്പ് ഒക്കെ നടത്തിയിട്ട് അങ്ങനെയൊന്നും ശരിക്കും ഒരു മനുഷ്യൻ ചിന്തിക്കില്ല. സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ ഒരാൾ ചാടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഇത് എത്രത്തോളം ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് പലരും ഇതേപോലെ തന്നെ എമറൈറ്റ്സ് എനിക്ക് തോന്നുന്ന ഒരു ഗാർഡൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിൽ ഔട്ട് ഓഫ് ദ ബോക്സ്. ഇപ്പം റീസെന്റ് വന്ന ജെയിൻ യൂണിവേഴ്സിറ്റിന്റെ ഒക്കെ ഒരു ആഡ് ഉണ്ടായിരുന്നല്ലോ, ലൈക്ക് അത് ലൈക്ക് ആൾക്കാർക്ക് അത് കുറച്ച് ഒഫൻഡഡ് ആയി 2050 ഒരു ന്യൂസ് പേപ്പർ ആണ്. ബട്ട് സ്റ്റിൽ അവിടെ ഒക്കെ വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗിൽ നമുക്ക് കൂടുതലും നമ്മളെ അട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ടൗണിലെ ടോക്കായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പൊ അതിലൊരു എത്തിക്കൽ പ്രോബ്ലം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എത്തിക്കൽ പ്രോബ്ലം ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ എല്ലാത്തിനും ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കുന്ന പോലെ അവരുടെ ശ്രദ്ധ കുറവാണ് നമ്മളുടെ ഇപ്പുറത്തുള്ള നമ്മുടെ കഴിവായിട്ട് വരുന്നത്. സോ ഒബ്വിയസ്ലി ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ട്രെയിനിങ്ങോ കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്യുന്നതുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അവിടെയൊക്കെ കേസ് സ്റ്റഡീസ് കറക്റ്റ് കൺസിഡർ ചെയ്യാന്നുള്ളത് ഒരു ഇപ്പം നിങ്ങളിപ്പം ശരിക്കും മാർക്കറ്റിംഗ് പേഴ്സൺസിന് എപ്പോഴും ഒരു ഈഗോ വേണമെന്ന് പറയാം. അതായത് നിങ്ങളെ ഇപ്പം ഒരു ഓർഗനൈസേഷൻ നടത്തി വരാണ്, ഇപ്പം നിങ്ങളെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ എന്റെ മാർക്കറ്റിംഗ് ആണ്, അത് ഈഗോ ആയിട്ടാണ് കാണുന്നത്. അല്ലാണ്ട് അത് എന്റെ കമ്പനിയെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം ആവരുത്. അത് ഈഗോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ ഓനെക്കാട്ടി ഹെൽത്തി ഈഗോ. അത് ഹെൽത്തി ആയിട്ട് തന്നെ പോകണം സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മൾ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്നുള്ളതിന് പകരം ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ് സ്ട്രക്ചർ, അത് അയാളെ തകർക്കല്ല, പകരം എന്റെ മാർക്കറ്റിംഗ് ഒന്നുകൂടി ഉയർത്തി പിടിക്കുക. അതായത് ഇപ്പം നമ്മൾ പെപ്സി കൊക്കക്കോള തമ്മിലുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നമുക്ക് അറിയാം. സോ ആ രീതിയിലുള്ള ഒരു പെർസ്പെക്ഷൻ, ആ രീതിയിൽ ചിന്തിക്കാനുള്ള നമ്മളെ മാർക്കറ്റിംഗ് ടീമിന് പറ്റണം. മാർക്കറ്റിംഗ് ടീമിന്റെ ഒരു വ്യക്തി ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഈ ഒരു വീഡിയോ കാണുന്ന ഒരു ഓഡിയൻസിൽ ഏറ്റവും കൂടുതൽ ശരിക്കും ഇങ്ങനെയുള്ള കോഴ്സസ് തിരഞ്ഞെടുക്കാൻ വരുന്ന അല്ലെങ്കിൽ ഒരു ശരിക്കും അപ്സ്കിൽ ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓഡിയൻസ് ആയിരിക്കും. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ മാർക്കറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ ഹൈലി പാഷനേറ്റ് ആയിട്ട് വരിക. പിന്നെ അവരുടെ ഓരോ മാർക്കറ്റിംഗ് പെർസ്പെക്ഷൻ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അത് അവരുടെ നെഞ്ചത്തൊരു തൂവല. അവരുടെ ഒരു കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫ് ആയിട്ട് വന്നു. ഇപ്പോൾ അരിസ്ലാനെ സംബന്ധിച്ചുള്ള അരിസ്ലാൻ ഡോപ്പ അല്ലെങ്കിൽ അരിസ്ലാൻ എന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാൻഡായി. സിമിലർലി അതുപോലെ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്പനിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു തൂവലായിട്ട് കൊണ്ടെടുക്കാൻ പറ്റണം. റാൻഡംലി വന്ന് വരുന്നവരാക്കുന്ന എന്നതിനപ്പുറം ഒരു വലിയ മാറ്റം എൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈ പറയുന്ന പേജ് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാ പേജ് കാണുമ്പോൾ അല്ലെങ്കിൽ കമ്പനിയുടെ ബ്രാൻഡ് നെയിം ഇതിന്റെ കമ്പനിയാണല്ലോ ഞാനിന്ന് കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ലക്ഷ്യ ഒരു വലിയ എക്സാമ്പിൾ നമുക്ക്. അപ്പൊ ഇത്തരത്തിലൊരു ചിന്തിക്കാൻ പറ്റുന്ന ആ ഒരു സ്കില്ല് ശരിക്കും നമ്മളെ മാർക്കറ്റിംഗ് ടീമിന് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോഴും എസ് എം ഇസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ മാർക്കറ്റിംഗ് അത്ര വലിയ പ്രാധാന്യം എപ്പോഴും കൊടുത്തു തുടങ്ങിയില്ല. കാരണം അവർക്ക് കച്ചവടം എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നല്ലൊരു ട്രെയിനിങ് റീസെന്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ട്രെയിനിങ് എടുക്കുന്ന ഒരു ട്രെയിനർ ഉണ്ടല്ലോ, അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അദ്ദേഹത്തിനോട് അദ്ദേഹം ഒരു ക്ലയന്റിനെ സമീപിച്ചു. അപ്പോൾ ആ ക്ലയന്റ് പറഞ്ഞത് ഓൾറെഡി നമുക്ക് അഡ്മിഷൻസ് ഉണ്ട്, അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല എന്നാണ്. പക്ഷെ അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ പുതിയ കാര്യങ്ങളൊന്നും ഒരു അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല, കാരണം നടക്കുന്നുണ്ട്, ഈ പ്രോസസ് നടക്കുന്നുണ്ട്. പക്ഷെ കമ്പനീസ് എന്ത് ചെയ്യണം,
മാർക്കറ്റിംഗിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് ഔട്ട് ഓഫ് ദി ടോപ്പിക് ആണെങ്കിലും അതെ അതെ ശരിക്കും മാർക്കറ്റിംഗിൽ എല്ലാ കമ്പനീസും ഇറങ്ങണം. മാർക്കറ്റിംഗ് ഇന്നത്തെ കാലത്ത് അതായത് ഇപ്പം പേഴ്സണൽ ബ്രാൻഡിംഗ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് ഇടപെടണം. അപ്പോൾ അങ്ങനെ കമ്പനീസിന് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ ഒരാൾ വേണം. അതിന് വേണ്ടിയിട്ടായിരിക്കും മാർക്കറ്റിംഗ് സ്റ്റാഫിനെ വെക്കുന്നുണ്ടാവുക. കമ്പനീസിനും അറിയില്ല ആരെ ഹയർ ചെയ്യണം എന്നുള്ളത്, വരുന്നവർക്ക് അറിയില്ല എന്താ ചെയ്യണം എന്നുള്ളത്. ലാസ്റ്റ് അതൊരു ബുദ്ധിമുട്ടായി മാറാണ്. ഇപ്പം പറയാൻ പറഞ്ഞാൽ ഭയങ്കര കറക്റ്റ് ആയിട്ട് കാരണം ഇപ്പം നമ്മൾ ക്ലാരിറ്റി പാർട്ട്നേഴ്സിലാണെങ്കിലും നമുക്കിപ്പം മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷൻസ് എല്ലാത്തിനും ഡിഫറെൻറ്റ് സെക്ടർ ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം മാർക്കറ്റിംഗിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഡക്ഷനിലേക്ക് വേണ്ടിയിട്ട് അവരെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾ ഇറക്കണം. ആൻഡ് മാർക്കറ്റിംഗ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓഫ്ലൈൻ മാർക്കറ്റിംഗ് നിങ്ങൾ കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഒരു ഈ മാർക്കറ്റിംഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റൊരു ട്രാക്ഷനിലൂടെ നമുക്ക് ഒരിക്കലും മാർക്കറ്റിങ്ങിനെ കണ്ടെടുത്തിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടായിരിക്കും മാർക്കറ്റിംഗിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അവിടെയുള്ള സ്റ്റാഫിനോ അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റിനോ ഒരു ഈ പറയുന്ന പോലത്തെ ട്രെയിനിങ് കാര്യങ്ങൾ ഓഫർ ചെയ്യുന്ന സമയത്ത് ദേ വിൽ ഗെറ്റ് ഒഫൻഡഡ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും കാലം ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്, ഞങ്ങൾക്ക് അറിയാത്ത എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ പറയാൻ പോകുന്നത് എന്നുള്ളതാണ് അവരുടെ ചിന്ത. മാർക്കറ്റിംഗിൽ എസ്പെഷ്യലി പറയുമ്പോൾ നിങ്ങൾ ആ മാർക്കറ്റിൻ്റെ പയനിയേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഭയങ്കര എക്സ്പേർട്സ് ആയിരിക്കാം. ബട്ട് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ മാർക്കറ്റിൽ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളായിരിക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൗണിലെ ടോക്കായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതെങ്ങനെ എന്നുള്ളത് ഒരു ഇന്നോവേറ്റീവ് സ്ട്രക്ചറിലൂടെ ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. സോ ഒബ്വിയസ്ലി ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യം. അത് ഐദർ വർക്കിംഗ് ആണെങ്കിലും വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും പ്രോപ്പറായിട്ടുള്ള എക്സ്പേർട്ട് ട്രെയിനിങ് എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്ന ഒബ്വിയസ്ലി ഓപ്പറേഷൻ സൈഡ്സിലേക്ക് വരുമ്പം വളരെ ലീസ്റ്റ് ആയിട്ട് ആൾക്കാർ കൺസിഡർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ആസ് എ കൺസൾട്ടൻറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഓപ്പറേഷൻ സൈഡിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഓപ്പറേഷനിലേക്ക് ഒരു CRM ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പല കമ്പനികളും ഇപ്പോഴും വന്നിട്ടില്ല. പിന്നെ നല്ലൊരു HR, എന്തിനാണ് ഒരു HR എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. സോ ഒരു ഓപ്പറേഷൻ സൈഡിലേക്ക് ഒരു മിനിമം നമുക്ക് ആവശ്യമുള്ള ടീം മെമ്പേഴ്സ് ആരൊക്കെയായിരിക്കും ആൻഡ് അവരുടെ ഒരു ബേസിക് സ്കിൽസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഈ ഓപ്പറേഷൻസിന്റെ ടീമിനെ നമ്മൾ ശരിക്കും ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് അത് ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി എന്താണ് മാറാണ്. ടെക്കിലുള്ള ഒരു ഓപ്പറേഷണൽ പ്രോസസ് ആയിരിക്കില്ല സ്വാഭാവികമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഉണ്ടാവും. എക്സാക്ട്ലി. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടെക്കിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടെക്കിൽ ഒരു ഓപ്പറേഷൻസിലേക്ക് വരേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളെ ബാക്കിയുള്ള സ്റ്റാഫിന് ഒരു വലിയ ബേർഡൻ കൊടുക്കാതെ, അതായത് ഈ നമ്മുടെ ആ ഒരു പ്രോസസ്സ് സ്മൂത്ത് ആക്കുന്ന രീതിയിലായിരിക്കണം ഓപ്പറേഷൻ സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ അതിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എട്ടെക്കിൽ ഇപ്പം എട്ടെക് കമ്പനീസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇപ്പം ഒരു ക്ലയന്റ് ഒരു കോഴ്സ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാന്ന് കരുതുക. അപ്പോൾ ആ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് വീണ്ടും സെയിൽസ്മാനിന് ഒരു ബേർഡനാണ്. ഇപ്പം നിങ്ങളാണ് സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10,000 rupees ഒരു പ്രോഗ്രാം നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾ സെയിൽ ചെയ്തു. പക്ഷേ ആഫ്റ്റർ ആ പ്രോസസ്സും പിന്നെയും സെയിൽസ്മാന്റെ ബേർഡനിലേക്ക് പോകുന്നത്. അപ്പൊ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പുറത്തെ ക്ലയന്റിന്റെ അടുത്ത് ഇടപെടാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ സമയമാണ് ഇവർ കൺസ്യൂം ചെയ്യുന്നത്. പകരം അവിടെ ഒരു ഓപ്പറേഷൻസ് ടീമിനെ ബിൽഡ് ചെയ്യുക, എന്നിട്ട് ആ ടീമിനെ അത് ഏൽപ്പിച്ച് അവരാണ് കൈകാര്യം ചെയ്യേണ്ടത്. ബൈ ദി എൻഡ് ഓഫ് ദി ഡേ ലൈക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ സെയിൽസ്മാൻ അതിന് റോളില്ല. അത് ക്ലയന്റിനെ ഓൺബോർഡ് ചെയ്യാന്നുള്ളത് മുതൽ പരിപാടി ഓപ്പറേഷൻസ് ടീമിന്റെ കൈമിലുള്ള കാര്യമാണ്. പിന്നെ ആ ക്ലയന്റിനെ കൊണ്ട് നടക്കില്ല. പിന്നെ അവരുടെ ഇവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലയന്റ് നിലവിൽ നിലനിൽക്കുന്ന സമയത്ത് നമുക്കൊരു മാർക്കറ്റിംഗിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. ശരിക്കും ഓപ്പറേഷൻസിലെ സ്റ്റാഫ് ഇയാളെ ഈ ക്ലയന്റിനെ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് നല്ലൊരു സർവീസ് കൊടുത്താൽ ഈ സെയിം പ്രോഡക്റ്റിന്റെ റിവ്യൂസ് എടുത്തിട്ട് ഇദ്ദേഹത്തിന് ഒരു ഫീഡ്ബാക്ക് ചോദിക്കുന്നു, ഈവൻ ഇദ്ദേഹത്തിന് റെഫറൻസ് എടുത്ത് അടുത്ത ബിസിനസ് എടുത്താൽ. പക്ഷേ ആ ലെവലിൽ ചിന്തിക്കാതെ വെറുതെ സെയിൽസ് പേഴ്സൺ ആ ബേർഡൻ ഇട്ട് കൊടുത്ത് ഇത് തന്നെ തുടക്കം അവസാനം ഇയാൾ തന്നെ ആവുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഓപ്പറേഷൻസ് ടീം എന്നുള്ളത് ശരിക്കും ആവശ്യമാണ്. ഓപ്പറേഷൻസ് ടീം ഉണ്ട് പറഞ്ഞിട്ട് പല സ്ഥലത്തും വെറുതെ ടെലികോളേഴ്സ് അല്ലെങ്കിൽ റാൻഡം ടെലികോളർ എന്ന് പറഞ്ഞാൽ എന്താ, ആ കമ്പനിയിലെ ക്ലയന്റിനെ വിളിക്കുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു, വെക്കുന്നു. പക്ഷെ അതിന് പകരം അവരെ ട്രെയിൻ ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ശരിക്കും ഒരു സെയിൽ എടുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കമ്പനീസ് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഇതിപ്പോഴും വരാനുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് ടീമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ടെലികോളറെ സംബന്ധിച്ച് അവർക്ക് നമ്മൾ ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു കാര്യമായിട്ടാണ് ഇവർ കാണുന്നത്. അപ്പോൾ ഇൻസെന്റീവിനെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് ആസ് എൻ ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ പലരും ഇംപ്ലിമെന്റ് ചെയ്യാറ്. ബട്ട് അതൊരു കമ്പനീനെ സംബന്ധിച്ച് ആക്ച്വലി അത് ഒരു ബാക്ക് ഫയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം സെയിൽസ് ടീം ഇപ്പോൾ ഫർഹാൻ പറഞ്ഞ പോലെ തന്നെ ബാക്കി ഓപ്പറേഷൻസ് അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക, അവരുടെ ക്ലാസ് എങ്ങനെ പോകുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു കസ്റ്റമർ അക്വിസിഷൻ അവിടെ പോസിബിൾ ആവുന്നില്ല. ബട്ട് അതിന്റെ സമയത്ത് നമ്മൾ ഈ ഒരു ഇൻസെന്റീവ് പ്രോപ്പറായിട്ട് ഫൈനാൻസ് ടീമിന്റെ അടുത്ത് നിന്ന് ബഡ്ജറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഓപ്പറേഷൻ സൈഡിലേക്കും ഒരു പെർസെൻറ്റേജ് മാറ്റി വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ക്ലയൻസിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ബേസിക് പെർസെൻറ്റേജ് കണക്കാണ്. അത് എല്ലാത്തിലും പോസിബിൾ ആവണമെന്നില്ല. ഇപ്പോൾ 20% മാർക്കറ്റിംഗിലേക്ക്, 20% സെയിൽസിലേക്ക്, 10% ഓപ്പറേഷൻസിലേക്ക്. ഇപ്പം അക്കാഡമിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് വരുന്നതെങ്കിൽ ഒരു 35% to 40% അതിലേക്ക് വരുന്നു. ബാക്കി ഒരു 10% to 5% ഒക്കെയാണ് പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. ഇങ്ങനത്തെ ഒരു ഇത് ഒരിക്കലും ഒരു സ്ട്രിക്റ്റ് ടെംപ്ലേറ്റ് അല്ല. ബട്ട് സ്റ്റിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുമ്പം നമ്മളുടെ ഇപ്പോൾ ഇപ്പം നമ്മൾ പലപ്പോഴും ചില കാൽക്കുലേറ്റ് ചെയ്യാത്ത CAC പോലത്തെ കാര്യങ്ങൾ, പിന്നെ എത്രയാണ് CPC വരുന്നത്, ഇങ്ങനത്തെ പല കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പം നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒബ്വിയസ്ലി
ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു കമ്പനീൻ്റെ ഒരു നട്ടല് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം കമ്പനി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഫൈനാൻസ് പാർട്ട് സ്ട്രോങ് ആവണം. ഇനീഷ്യലി നമുക്ക് പോകാൻ പറ്റും, ബട്ട് ഫൈനാൻസ് പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ റോൾസ് പ്ലേ ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ഫൈനാൻസിന്റെ പാർട്ടിലേക്ക് വന്നാൽ പല കമ്പനീസും അക്കൗണ്ടൻസിനെ വെക്കുന്നതിൽ, ഞാൻ പറയുന്നത് SMS കേസിൽ എടുക്കുകയാണെങ്കിൽ അക്കൗണ്ട്സിനെ വെക്കുന്നതിലും ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ വീഴ്ച പറ്റാറുണ്ട്. ഇപ്പോഴത്തെ ഒരു ചെറിയൊരു ചേഞ്ച് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 2 ഇയറിനുള്ളിൽ വന്നിട്ടുണ്ട് നമുക്ക് പറയാമെങ്കിലും, മുൻപ് ജസ്റ്റ് ഈ പറയുന്ന ഫൈനാൻസ് മാനേജ് ചെയ്യാനായിട്ട് റാൻഡം ആയിട്ടൊരു സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നു. എല്ലാവരുടെ കേസും അല്ല പറയുന്നത്, പക്ഷെ എന്നാലും നല്ലൊരു നമ്പേഴ്സ് ആൾക്കാർ. ഇപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം ഹരിസ്ലാൻ ടൈമിൽ ഒരു സർവീസോ പ്രൊഡക്റ്റോ ഉണ്ട്. ഹരിസ്ലാൻ ഒരു ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല. അപ്പോൾ ഹരിസ്ലാനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പോൾ കണക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റിനെ കൊണ്ടുവരണം എന്നുള്ള മൂടാ. പക്ഷേ അയാൾ എത്രമാത്രം ട്രെയിൻഡ് ആണെന്നോ അല്ലെങ്കിൽ അതിൽ നമുക്ക് ലോസിനെ കുറിച്ച് അറിയണം, നിയമങ്ങളെ കുറിച്ച് 100% അക്കൗണ്ടന്റ് അറിയണം. അതുപോലെ തന്നെ ഈ പറയുന്ന അക്കൗണ്ട്സ് ബുക്ക് കീപ്പിംഗുമായി ബന്ധപ്പെട്ടുള്ള 360 ഡിഗ്രി SME സംബന്ധിച്ചിടത്തോളം 360 ഡിഗ്രി അറിയണം. അല്ലാണ്ട് ഒരു പ്രോസസ്സ് മാത്രം അറിയാം അല്ലെങ്കിൽ റിസീവബിൾ പേയബിൾ അറിയാന്നുള്ളതല്ല. 360 ഡിഗ്രി കാര്യങ്ങൾ നമ്മളിപ്പോൾ SMEസിനെ കുറിച്ച് മാത്രം സംസാരിക്കും. 360 ഡിഗ്രി അറിയുന്ന ഒരാളെ റൈറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കേസിലൊക്കെ ജസ്റ്റ് ഞാൻ തന്നെ എല്ലാവരും ഹയർ ചെയ്താൽ എനിക്ക് ഈ പ്രോസസ്സ് അറിയില്ല, എനിക്ക് ആകെ പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ അറിയുള്ളൂ നിങ്ങൾ വിചാരിക്കുക. എനിക്ക് ഈ പ്രോസസ്സ് അറിയില്ല, അപ്പം ഞാൻ വിചാരിക്കുകയാണ് എല്ലാം ഞാൻ അങ്ങോട്ട് ചെയ്ത് കളയാം. അങ്ങനെയൊന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഹയറിങ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ കൺസൾട്ടൻസിനെ ഏൽപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ ആരെങ്കിലും ഉണ്ടാവില്ല ഈ പരിപാടി ചെയ്യുന്ന ആൾക്കാർ, അവരോട് എന്ത് ചെയ്യാൻ പറ്റണം? ഈ അക്കൗണ്ടന്റിനെ പറഞ്ഞാൽ ഈ വിഷയത്തിലൊക്കെ ഉണ്ടല്ലോ, ഫൈനാൻഷ്യൽ വിഷയത്തിൽ പല കമ്പനീസും അട്ടർ ഫ്ലോപ്പാണ്. അപ്പം ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഡ്രൈവ് ചെയ്ത് വന്ന സമയത്ത് ഇന്നലെ നൈറ്റിലുണ്ടായ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ ഫ്രണ്ടിനോട് എന്താണ് നിങ്ങൾക്ക് ഇത്ര പൈസ മാറ്റി വെക്കാൻ പറ്റുണ്ടോ ചോദിച്ചു പോകുമ്പോൾ പറഞ്ഞൊരു കാര്യം എന്താ അറിയാം, അത് ഈ GST സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതിങ്ങനെ അങ്ങനെ കൊണ്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തുടങ്ങുക, അത് ഇത് മറ്റേത് മറിച്ചതെന്ന് പറയുന്നത്. അതായത് അവന് എന്തോ ജസ്റ്റ് റാൻഡമിനോട് പറഞ്ഞു നമ്മളെ ആ ഒരു കോൺവെർസേഷൻ എൻ്റെ അതിനെ പറ്റിയൊരു ധാരണ ഉള്ളിക്ക് ഇപ്പോഴും ഇല്ല. അത് ഈ ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ബേസിക്കലി ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു കൺസൾട്ടൻസി മീറ്റ് 100% ഈ വിഷയത്തിൽ ഈ ഫിനാൻസിന്റെ വിഷയത്തിലും അക്കൗണ്ട്സിന്റെ വിഷയത്തിലും ശരിക്കും 100% കൺസൾട്ടൻസിനെ തന്നെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ ഒരു CS ഫേമുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്ത് പോകേണ്ട ഒരു വിഷയമാണത് അക്കൗണ്ട്സിന്റെ വിഷയം. അതായത് കമ്പനിയുടെ ഗ്രോത്ത് ഉണ്ട്, ചെറിയൊരു സ്ഥാപനമാണ് വെറുതെ ഒരു അങ്ങനെ വലിയ ഇതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം ഫൈനാൻസിനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല അതിന്റെ ഒരു സൊല്യൂഷൻ. പ്രോപ്പറായിട്ട് ഫൈനാൻസിനെ ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് ആ ഒരു സ്റ്റേറ്റ് അറിയാൻ പറ്റുമല്ലോ. ഇപ്പം കമ്പനി ലോസിലാണോ അല്ലെങ്കിൽ പ്രോഫിറ്റിലാണോ എന്നൊന്നും ചിലപ്പം നമ്മളൊരു മനസ്സിലായി. എനിക്ക് എൻ്റെ ഒരു മനക്കണക്കിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ പ്രോഫിറ്റ് കൂട്ടുക. രാത്രി ഉറങ്ങാൻ നേരത്ത് മൊബൈൽ എടുത്ത് കളിക്കുന്നു, അപ്പോൾ കാൽക്കുലേറ്റർ കാണുന്നു, ജസ്റ്റ് കൂട്ടി വെക്കുന്നു, ഇതിൻ്റെ പൈസ തന്നെ അക്കൗണ്ട് ഉണ്ട്, പിന്നെ അക്കൗണ്ടിന് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുന്നു, ചിലപ്പോൾ അങ്ങനെ അത് കണ്ടാലും റിപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ ഇവനും അക്കൗണ്ടിനും കൂടെ എന്ത് ചെയ്യാണ്, ഹാപ്പി ആവാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഫൈനാൻഷ്യൽ ഇയർ വരുമ്പോഴാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊന്നും ശരിക്കും അപ്പോൾ ഐഡന്റിഫൈ ഒരു എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ കമ്പനിയിൽ കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ്സിന് എല്ലാവരും ചില റെസ്റ്റോറൻറ്റ്സിന്റെ കേസൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കച്ചവടമായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. ഒരു 2 months 3 months കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, നല്ല ഫുഡും ഉണ്ടാവും. നമ്മളായിരിക്കും എന്താ ക്ലോസ് ചെയ്തെന്നുള്ളത് പ്രോപ്പറായിട്ട് ഫൈനാൻസ് മാനേജ് ചെയ്തതിന്റെ മുകളിൽ പൊട്ടിപ്പോയത്. ഭയങ്കര ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന ഒരു ക്ലയന്റ് പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി 2 crores റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഇയറിൽ. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ, അപ്പം വെല്ലാണ്, നിങ്ങൾ എസ്റ്റാബ്ലിഷ് ആണ്. പക്ഷേ പുള്ളിയുടെ P&L എടുത്തപ്പം പുള്ളി ഏകദേശം 1.5 crores ലോസിലാണ്. ഞാൻ ചോദിച്ചു 1.5 crore ലോസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഓഫർ കാര്യങ്ങൾ എല്ലാം കൊടുത്തു. അപ്പോൾ ഈ ഓഫർ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ കോഴ്സിന്റെ എക്സ്പെൻസ് എത്ര വരുന്നുണ്ട്, ഇതിന്റെ മാർക്കറ്റിംഗ് സൈഡ് ഇതവർ നോക്കുന്നേ ഇല്ല. അപ്പം ഇവരെല്ലാവരും റെസ്ട്രിക്ഷൻ കൊടുക്കുന്ന ഒരു സൈഡ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിനാണ്. മാർക്കറ്റിങ്ങിന് ഇത്ര വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. പക്ഷെ കോഴ്സിന്റെ എക്സ്പെൻസ് എത്ര വരുന്നുണ്ട്, ഫാക്കൽറ്റി ചാർജ് എത്ര വരുന്നുണ്ട്, അവർക്ക് അവിടെ ഒരു റെന്റ് എത്ര വരുന്നുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ബാച്ചിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ ശരിക്കും നമ്മൾ ഈ ചില ആൾക്കാരുണ്ടല്ലോ, ചില ബിസിനസ് ഇപ്പം ഔട്ട് ഓഫ് ദി ടോപ്പിക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, അവരുടെ പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെ പ്രൈസ് ഒറ്റയടിക്കാൻ കൊണ്ട് കുറയ്ക്കും. അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചോദ്യം പറച്ചിലൊന്നുമില്ല. ലാസ്റ്റ് ഇതുപോലെ ഒരു ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോഴാണ് അവർക്ക് ഇതിനെക്കുറിച്ചൊരു ചിന്ത വരിക. അപ്പോഴേക്കും ചിലപ്പോൾ അവരെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും, കമ്പനി കൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്താണ്. അപ്പോൾ ഫൈനാൻസിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളെ കൊണ്ടുവരണം. അതുപോലെ തന്നെ അയാളെ ബാക്ക് സപ്പോർട്ട് എപ്പോഴും 100% ഫൈനാൻഷ്യൽ കൺസൾട്ടിങ് ആവശ്യമാണ്, യാതൊരു സംശയമില്ല. എക്സാക്ട്ലി. ഇനി ഒരു ഫൈനൽ പാർട്ടിലേക്ക് വരുമ്പം ഇപ്പം ഫർഹാൻ സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളാണ്. ആൻഡ് ഫർഹാന് കുറേ സ്റ്റുഡൻസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഫർഹാൻ സാധാരണ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് അഡ്വൈസ് ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ കറന്റ് മാർക്കറ്റിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് ഉണ്ടായിരിക്കുമല്ലോ, എന്തായിരിക്കും അത്? ബേസിക് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യം, എൻ്റെ സ്റ്റുഡൻസിന് പറയുന്ന കാര്യം, അവരെപ്പോഴും അവരുടെ കാപ്പബിലിറ്റി ഐഡന്റിഫൈ ചെയ്യുക. അവർക്ക് മിനിമൽ കാപ്പബിലിറ്റി ആണ് ഉള്ളത് വിചാരിക്കും. അപ്പോൾ അതിന് പറയുകയാണെങ്കിൽ സെയിൽസിലേക്ക് ഒരാളെ നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് കരുതാം. അപ്പോൾ അവർ ആ സെയിൽസ് ജോബിന് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ഓക്കെ അറേഞ്ച് ചെയ്ത് ഇന്റർവ്യൂ, ബട്ട് ദ പ്രോബ്ലം ഇസ് നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടോ, സെയിൽസിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ?
അപ്പോൾ അവർ പറയാണ് ഇൻട്രസ്റ്റ് ഉണ്ട് സാർ, അതിലൊരു കൺഫ്യൂഷനിലേക്ക് പോകുമ്പോൾ തന്നെ ആദ്യം പറയും നിങ്ങളെന്നാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണ്ട, നമുക്ക് വേറെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ കോഴ്സ് എടുക്കുന്ന സമയത്ത് അവരോട് കൃത്യമായിട്ട് പറയുന്നുണ്ടാവും ഇത് ഇന്ന രീതിയിലാണ് കാര്യങ്ങൾ പോവുക. ഇനി ഒരു സെയിൽസിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരോട് ആദ്യം പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ സെയിൽസ് മാനേജർ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ എത്തിപ്പെടേണ്ടത്. അതായത് നിങ്ങൾ അവിടെ എത്തി, അതായത് ആ കോഴ്സ് ഇൻ ദ സെൻസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ജോബിന് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡേ 1 മുതൽ ചിന്തിക്കേണ്ട കാര്യം അവിടുത്തെ സെയിൽസ് മാനേജറാണ് അടുത്ത സെയിൽസ് മാനേജർ ഞാനാണ്, അല്ലെങ്കിൽ ഇതുപോലൊരു സിമിലർ ബിസിനസ്സിന് ഓണറാണ് ഞാൻ എന്നുള്ള രീതിയിലായിരിക്കും അവിടെ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ഒരു കംപ്ലീറ്റ് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റെന്താ സംഭവിക്കുക, അത് എനിക്ക് ഡ്യൂട്ടി തന്നു, അത് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും, സ്വിച്ച് ഇട്ട വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് വർക്ക് ചെയ്യരുത്. പകരം ഓൾറെഡി തന്നെ വർക്കിംഗ്, അതായത് സിറ്റുവേഷനിൽ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം, ആ കസ്റ്റമൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക, സിറ്റുവേഷൻ അനുസരിച്ച് വർക്ക് ചെയ്യാൻ അവർക്ക് പറ്റണം. അതിന് കമ്പനീൻ്റെ ഈവൻ ചില തുടക്കത്തിലൊക്കെ ചിലപ്പം ചില കമ്പനീസിൻ്റെ എന്താ പറയുക ഈ പറഞ്ഞ പ്രഷറോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കമ്പനീൻ്റെ ഒരു വർക്ക് കൾച്ചറോ ഒന്നും ചിലപ്പം കുട്ടികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതൊക്കെ അവർ ശരിക്കും മെന്റലി പ്രിപ്പയർഡ് ആവണം, അല്ലെങ്കിൽ ആ ഒരു മെന്റലി പ്രിപ്പയർഡ് ആവാനുള്ള ട്രെയിനിങ് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അത് അവരോട് പറഞ്ഞു കൊടുക്കും. ഈവൻ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ക്ലാസ്സിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കമ്പനിയിൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇല്ലെങ്കിലും ഒരു പൊളിറ്റിക്സ് എന്തായാലും എപ്പോഴും രൂപപ്പെടും. പിന്നെ ഈഗോ കാര്യങ്ങൾ, അല്ലാണ്ട് നമ്മൾ അതുവരെ കംഫർട്ട് സോണിൽ നിന്ന മാതിരിയായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അതായത് അവർ ഒന്ന് പാഷനേറ്റ് ആയിരിക്കണം, 2 അവരവിടെ എത്തുന്നത് ഒരു ലീഡർഷിപ്പിൽ റോളിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് അയാൾ ആ ഒരു ലെവലിലുള്ള ഒരു പുലി ആവണമെന്നൊന്നുമില്ലല്ലോ. ഇവഞ്ച്വലി ആണ് അത് സംഭവിക്കുന്നത്. പക്ഷേ ഇവഞ്ച്വലി സംഭവിക്കണോ, അല്ലെങ്കിൽ ഇതിന്റെ കാര്യമുണ്ടോ? റാൻഡമായിട്ട് രാവിലെ 9 മുതൽ 6 മണി വരെ പോകുന്നു. പിന്നെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ തമാശക്ക് പറയാറുണ്ട്, ഇപ്പോഴും മണ്ണെണ്ണയും അതുപോലെ തന്നെ റേഷനരിയും വാങ്ങി ജീവിക്കുക എന്നുള്ളതിന് മാറിയിട്ട് അവർക്ക് അവരുടെ പല പാഷൻസ്, ഒരു BMW കാറ് പോകുമ്പോൾ അതിങ്ങനെ നോക്കിക്കാന്നുള്ളതിന് പകരം അതിലേക്ക് എത്തണമെങ്കിൽ അവരെന്ത് ചെയ്യണം, ആ ലെവലിൽ അവരുടെ തോട്ട് പ്രോസസ്സ് പോകണം. ആ രീതിയിൽ നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് ഇറക്കാറുള്ളതാണ്. ഇതിൽ നമ്മളിപ്പം കൂടുതൽ ഡിസ്കസ് ചെയ്തതിൽ SME-നെ കുറിച്ചിട്ടാണ് കൂടുതൽ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ ഇപ്പം എങ്ങനെയാണ് ഒരു ഓൺട്രപ്രണർ ഒരു മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷൻസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ആൾക്കാരെ ഹയർ ചെയ്യേണ്ടത് എന്നുള്ളതും അറ്റ് ദ സെയിം ടൈം ഇതിലേക്ക് വരുന്ന ആൾക്കാർ എങ്ങനെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യണം എന്നുള്ളതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഇപ്പം പറയാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആൻഡ് ഐ ഹോപ്പ് ഇതിനെക്കാളും ബിയോണ്ട് ദിസ് ഡിസ്കസ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ബട്ട് നമ്മളുടെ ഒരു ടൈം ലിമിറ്റ് കാരണം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ദിസ് ഈസ് ഫർഹാൻ ആൻഡ് ഹരിസ്ലാൻ സൈനിങ് ഓഫ്. താങ്ക് യു.